ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്, അല്ലെങ്കിൽ കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണി എന്നും പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കും. എന്നിട്ട് ആ ഓൾ എന്ന ബട്ടൺ ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കും. എന്നാലാണ് നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ കിട്ടിയില്ല കണ്ടില്ല എന്നൊന്നും പറയരുത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ജീവൻ ടോൺ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസ് ചെയ്യണമെങ്കിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മളെ ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു തുടക്കക്കാരനായതുകൊണ്ടാണ് ഇതൊക്കെ പറയണത്, അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസാണ് ഇത്ര ഐറ്റംസ്. ഇത് സവാള, നൈസായിട്ട് അരിഞ്ഞ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി നൈസായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇടാം. പിന്നെ ഒരു ടൊമാറ്റോ ഇങ്ങനെ പീസാക്കി, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 ടീസ്പൂൺ തൈര്, അരമുറി ചെറുനാരങ്ങ, അതിൻ്റെ നീരൊഴിക്കണം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി പേസ്റ്റാണ്. ഇത് ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി മുളക് പൊടി. അതെടുത്തിട്ട് 3 ടീസ്പൂൺ എടുത്ത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിക്ക് ഉപയോഗിക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് അതിലേക്ക് അരമുറി നാരങ്ങയുടെ അരമുറി നീരും കൂടി മിക്സ് ചെയ്യുക. നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓയിൽ ചൂടാവട്ടെ. നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ സബോള നന്നായിട്ട് വഴൻ കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് വഴണ്ടി വരും. പൊന്തിച്ച് പിടിക്കുന്നത് കാണുന്നു. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. സബോള വഴഞ്ഞു വന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചില്ലി പേസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചില്ലി പേസ്റ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് 2 മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിലേക്ക് മല്ലിയില എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ, കാരണം ഒരുപാട് തക്കാളി ആയ പുളി അധികമാവും. അതിലേക്ക് നമ്മളിനി തൈരും നാരങ്ങ നീരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല, ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ, നല്ല പഴുത്ത ഒരു തക്കാളി.
ദെൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ബിരിയാണി മസാല ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും ബിരിയാണി മസാല ചേർത്തതിന്, സ്മെല്ലും കാര്യങ്ങളും. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതേ സെയിം ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ ജീരകശാല അരിയും കൊണ്ടാണ് ചെയ്യുന്നത്. ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ ഞാനിതിൽ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. ഉപ്പിടുമ്പോൾ ഒരു പൊടിക്ക് അത് ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം. കാരണം റൈസിലേക്ക് ആകുമ്പോൾ ഉപ്പ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഉപ്പ് മുന്നിലേക്ക് ആവുന്ന രീതിയിൽ വേണം ഉപ്പിടാൻ. അപ്പോൾ ഇത് അരി 20 മിനിറ്റ് കുതിർത്ത് വെച്ച് ഊറ്റി വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് ആയിട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്നും കൂടി ഇതാക്കിയതിന് ശേഷം നമുക്കിത് അടയ്ക്കാം. അപ്പോൾ ഇത്ര നേരം ഇത് നല്ല ക്ലോസ് ആയിട്ടുള്ള നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇരുന്നുണ്ടായിരുന്നത്. ഇനി നമുക്കിത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വിസിൽ വരും. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. കുക്കർ തുറന്ന് നോക്കാം. ഇത് പെർഫെക്റ്റായി വന്നിട്ട് അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ഇളക്കി നോക്കാം. റൈസൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേസലിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടിയിലുള്ള റൈസൊക്കെ പെട്ടെന്ന് വെന്ത് പോയി ആവിയില്ലേ. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം. ഇത് സെർവ് ചെയ്യാം.